ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ബട്ടൺ സെലക്ട് ചെയ്യുക. ഒപ്പം ഷെയർ, ലൈക്ക്. 1998 മുതൽ 2004 വരെ BJP ആണ്, NDA ആണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരാണ്. ആ സർക്കാരിനെ കുറിച്ച് BJPക്ക് തന്നെയുള്ളൊരു വിമർശനം എന്ന് പറയുന്നത് ആ 6 വർഷത്തെ ഭരണകാലത്ത് BJP അതിൻ്റെ കോർ ഐഡിയോളജിയിൽ വിട്ടുവീഴ്ച ചെയ്തു എന്നുള്ളതാണ്. അതൊരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദമായിരുന്നു. നോക്കൂ, ഇപ്പോൾ കോർ ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ്? കൾച്ചറൽ നാഷണലിസം എന്നുള്ളതാണ്, സാംസ്കാരിക ദേശീയത എന്നുള്ളതാണ്. എന്താണ് സാംസ്കാരിക ദേശീയത? അത് ഹിന്ദുത്വ ദേശീയതയാണ്. അത് ഹിന്ദുത്വ ദേശീയത എന്ന് പറയുമ്പോൾ അത് ആൻറ്റി മുസ്ലിമാണ്, ആൻറ്റി ഇസ്ലാമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കോർ ഐഡിയോളജി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള യാതൊരു ഇനിഷ്യേറ്റീവ്സും ആ കാലഘട്ടത്തിൽ BJP എടുത്തിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ് 2004 BJPക്ക് പതനമുണ്ടായതെന്നും പിന്നെ 2014 വരെ BJP ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷമായത് അക്കാരണത്താലാണെന്നും BJPക്ക് ഒരു വിലയിരുത്തലുണ്ട്. നോക്കൂ, 2000 ഡിസംബർ 29 NDTV ഒരു ഇൻ്റർവ്യൂ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രണോയ് റോയിയാണ് ഇൻ്റർവ്യൂ എടുക്കുന്നത്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന LK അദ്വാനി ഇൻ്റർവ്യൂ ആണത്. ആ ഇൻ്റർവ്യൂവിൽ പ്രണോയ് റോയ് ചോദിക്കുന്നുണ്ട്, നമുക്ക് ഈ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചിട്ട് ഈ ബാബറി മസ്ജിദ് സംഭവത്തെക്കുറിച്ചുള്ള അങ്ങയുടെ ഇപ്പോഴത്തെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. 2000 അദ്ദേഹം ആഭ്യന്തരമന്ത്രിയാണ്, BJP ആണ് അധികാരത്തിലിരിക്കുന്നത്. ഇതൊരു മീഡിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുകയാണ്, എന്നെ സംബന്ധിച്ചിടത്തോളം അതെൻ്റെ ജീവിതത്തിലെ സാഡസ്റ്റ് ഡേ ആണ് എന്നാണ്, ദ മോസ്റ്റ് സാഡസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് അദ്വാനി പറയുന്നത്. അതായത് അദ്വാനി അതിനെ തള്ളിപ്പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, പ്രണോയ് റോയ് ചോദിക്കുന്നുണ്ട്, അതൊരു ടെറിബിൾ മിസ്റ്റേക്ക് ആയിരുന്നു. ആ വാക്ക് തന്നെയാണ് ചോദിക്കുന്നത്, ടെറിബിൾ മിസ്റ്റേക്ക് ആയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, ഇറ്റ് വാസ് എ ടെറിബിൾ മിസ്റ്റേക്ക്. നോക്കൂ, അയോധ്യ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത LK അദ്വാനി ഇരുന്ന് പരസ്യമായി പറയുകയാണ് ബാബറി മസ്ജിദ് ഡിമോളിഷൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും ദുഃഖഭരിതമായ ദിവസമാണ്, അതൊരു ടെറിബിൾ മിസ്റ്റേക്കാണ്. എന്തുകൊണ്ടാണ് അദ്വാനി 2000 അങ്ങനെ പറഞ്ഞത്? അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി അങ്ങോട്ട് മുന്നണി രാഷ്ട്രീയത്തിനേ സാധ്യതയുള്ളൂ എന്നും BJPയോടുള്ള അൺടച്ചബിലിറ്റി മാറണമെങ്കിൽ ഈ ബാബറി മസ്ജിദിൻ്റെ കറ കഴുകിക്കളയണമെന്നും അദ്ദേഹം തീരുമാനിച്ചിരുന്നു. എന്ന് മാത്രവുമല്ല, ഭാവിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടാണ് അദ്ദേഹത്തെ തന്നെ കണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ബാബറി മസ്ജിദിൻ്റെ കറ അദ്ദേഹത്തിന് വ്യക്തിപരമായും കഴുകിക്കളയണം. നോക്കൂ, 2014 ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ആയി തീരുമെന്ന് വിചാരിച്ചിരുന്ന ആളാണ് കേട്ടോ LK അദ്വാനി. കാരണം ഒറ്റയ്ക്ക് BJPക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല എങ്കിൽ നരേന്ദ്രമോദിക്ക് പിന്തുണ NDA മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണ വേണ്ടി വരും. അത് മോഡിക്ക് കിട്ടിയില്ല എങ്കിൽ പിന്നെ അദ്വാനിയാണ് ഒരു കൺസെൻസസ് കാൻഡിഡേറ്റ്. 260 ക്ലബ് എന്ന് അരുൺ ജെയ്റ്റ്ലിയൊക്കെ കളിയാക്കി വിളിക്കുമായിരുന്നു. അതായത് 260 ഇത് അവസാനിക്കും എന്നാണ് അന്ന് അദ്വാനിയും സുഷമ സ്വരാജും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തത്. പക്ഷേ സിംഗിൾ പാർട്ടി മെജോറിറ്റി കിട്ടുകയും 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരികയും ചെയ്തു. ഈ കോർ ഐഡിയോളജിയിൽ വലിയ നേതാക്കൾ തന്നെ വിട്ടുവീഴ്ച ചെയ്തതാണ് BJPക്ക് വലിയ തിരിച്ചടിയായതെന്നും അതുകൊണ്ടാണ് ഹിന്ദുത്വ ശക്തിയായി വികസിച്ചു വരാൻ അതിനൊട്ടേറെ സമയം എടുക്കേണ്ടി വന്നതെന്നും BJPക്ക് തന്നെ ഒരു വിലയിരുത്തലുണ്ട്. 2002 എന്താണ് കാണിച്ചു കൊടുത്തത്? 2002 ഗോദ്ര സംഭവത്തോടുകൂടി വേറൊരു മുഖം ഉയർന്നു വരികയാണ്. അതുവരെ LK അദ്വാനി ആയിരുന്നു ഒരു ഹാർഡ് കോർ BJP മാനെങ്കിൽ നേരെ നരേന്ദ്രമോദി എന്നൊരു പ്രതിഭാസം ഉയർന്നു വരികയാണ്. എന്താണ് നരേന്ദ്രമോദി ചെയ്തത്? ഗോദ്രയ്ക്ക് ശേഷമുണ്ടായ കലാപത്തിനെ കുറിച്ച് നരേന്ദ്രമോദി പറഞ്ഞത് അതൊരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ് എന്നാണ്. അതൊരു കമ്മ്യൂണൽ വയലൻസ് ആണെന്നല്ല പറഞ്ഞത്, വർഗീയ ലഹളയല്ല, അതൊരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ്. എങ്ങനെയാണ് അത് ടെററിസ്റ്റ് ആക്ടിവിറ്റി ആവുന്നത്? അത് ബാക്ക്ഡ് ബൈ അതർ ഫോഴ്സസ്, പുറത്തു നിന്നുള്ള ശക്തികൾ പിന്തുണച്ചിട്ട്, അതായത് പാകിസ്ഥാൻ തന്നെയാണ്, പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു കലാപമാണത് എന്ന് വരുത്തി തീർക്കുക വഴി ഒരു ഇസ്ലാമോഫോബിയ വളരെ കൃത്യമായി ക്രിയേറ്റ് ചെയ്യുകയും ഗുജറാത്ത് പൂർണ്ണമായും നരേന്ദ്രമോദി പിടിച്ചെടുക്കുകയും ചെയ്തു. നോക്കൂ സ്മൃതി, 2014 തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇന്ത്യ വേറൊരു വലിയ കലാപത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത് 2013 മുസാഫർ നഗർ കലാപമാണ്. ഏത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും ഇത്തരത്തിൽ കലാപങ്ങൾ സൂക്ഷ്മമായി ആസൂത്രണം ചെയ്യുന്ന രീതി BJPക്കുണ്ട്. യെയിൽ യൂണിവേഴ്സിറ്റി, അത് USA ഒരു യൂണിവേഴ്സിറ്റിയാണ്, അവരുടെ ഒരു സ്റ്റഡി പറയുന്ന കാര്യം എന്താ അറിയോ? 1960 മുതലുള്ള കണക്കെടുത്തുകൊണ്ട് അവർ പറയുന്നത് ഭാരതീയ ജനസംഘത്തിൻ്റെ കാലം മുതൽ പിന്നീട് BJPയുടെ കാലം മുതലുള്ള ഡാറ്റ പരിശോധിച്ചാൽ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പും എവിടെയെങ്കിലുമൊക്കെ ഒരു കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാക്കുകയും ആ കമ്മ്യൂണൽ റൈറ്റിൻ്റെ പശ്ചാത്തലത്തിൽ 0.8% വീതം വോട്ട് ഉയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇത് ഡാറ്റ വെച്ചിട്ട് 3 പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ ഇന്ത്യൻ രാഷ്ട്രീയത്തെ പഠിച്ചുകൊണ്ട് പുറത്തിറക്കിയ സ്റ്റഡിയാണ്. യെയിൽ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡിയാണ്, എക്കണോമിക് ടൈംസ് ആണത് പുറത്തുവിട്ടത്. ആ സ്റ്റഡിയിലാണ് പറയുന്നത് ഓരോ കലാപങ്ങളിലൂടെ കൃത്യമായി വോട്ട് വർദ്ധിപ്പിക്കുന്നത് അങ്ങനെയാണ് BJPയുടെ തന്ത്രം അതാണ്. ഞാൻ ഈ മുസാഫർ നഗർ പറയാം.
2013 മുസാഫർ നഗറിൽ അവസാനം 2013 അവസാനമാണ് അവിടുത്തെ ഒരു റയറ്റ് ഉണ്ടാകുന്നത്. റയറ്റിന്റെ കാര്യം എന്താണെന്നറിയോ? ജാട്ട് സമുദായത്തിലുള്ള ഒരു പെൺകുട്ടിയെ മുസ്ലിം സമുദായത്തിലുള്ള ഒരു ആൺകുട്ടി കളിയാക്കി. ആ ഒരു വിഷയത്തെ എടുത്തു വെച്ചുകൊണ്ട് അവിടെ ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രം എടുത്തു നോക്കിയാൽ ഏറ്റവും വലിയ വർഗീയ കലാപങ്ങളിൽ ഒന്നായിട്ടാണ് മുസാഫർ നഗർ കലാപം വിലയിരുത്തപ്പെടുന്നത്. അന്ന് അവിടെ 10-70 പേര് കൊല്ലപ്പെട്ടു. BJP നേതാക്കളാണ് കേട്ടോ അറസ്റ്റിലായതും ജയിലിലായതും. ആ കലാപം 2013 നടന്നപ്പോൾ 2014 തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്താണ്? 80 സീറ്റാണ് പിന്നെ ഉത്തർപ്രദേശിലുള്ളത്. 71 സീറ്റാണ് BJPക്ക് കിട്ടിയത്. 71 സീറ്റ് കിട്ടിയത് ഈ ഒറ്റ കലാപത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിന്റെ കാരണം ഞാൻ പറയാം, 2009 കേവലം 10 സീറ്റാ BJPക്ക് ഉള്ളത്. 5 വർഷം കൊണ്ട് അവിടെ വലിയ സംഭവമൊന്നും ഉണ്ടായിട്ടില്ല. 2013 ഈ ഒറ്റ റയറ്റ് കൊണ്ട് 71 സീറ്റ്. ആ 71 സീറ്റാണ് BJPയുടെ ഭാവി തീരുമാനിച്ചത്. അത് കൃത്യമായ ആസൂത്രണമായിരുന്നു. അവിടുത്തെ ചാർജ് ആർക്കായിരുന്നെന്നറിയാമോ? ഗുജറാത്തിലെ നേതാവാണല്ലോ അമിത്ഷാ. ഗുജറാത്തിലായിരുന്നില്ല അദ്ദേഹത്തിന് ചാർജ്. തെക്കേ ഇന്ത്യയിൽ എവിടെയും ആയിരുന്നില്ല, കിഴക്കേ ഇന്ത്യയിൽ എവിടെയും ആയിരുന്നില്ല. ഒരൊറ്റ സംസ്ഥാനത്തിന് ചാർജ് ഉണ്ടായിരുന്നുള്ളൂ അമിത്ഷായ്ക്ക്. അത് ഉത്തർപ്രദേശിന്റെ ചാർജായിരുന്നു. ആ വിജയം നേടിക്കൊടുത്തതിന് ശേഷം അമിത്ഷായ്ക്ക് ആദ്യം നരേന്ദ്രമോദി കൊടുക്കുന്ന സമ്മാനമാണ് BJP അധ്യക്ഷ സ്ഥാനം. നോക്കൂ, ഒരു പ്രധാനമന്ത്രിയും ഒരു അധ്യക്ഷനും പാർട്ടിയുടെ അധ്യക്ഷനും ഒരേ സംസ്ഥാനത്ത് നിന്ന് BJPക്ക് ഉണ്ടാകുന്ന അപൂർവമായ സാഹചര്യം ഉണ്ടായത് ഇതിന് റിവാർഡ് ചെയ്യുകയാണ് ചെയ്തത്. 2019 പുൽവാമയും ബാലക്കോട്ടും ഉണ്ടാക്കി സത്യപാൽ മാലിക്കിന്റെ പ്രസ്താവനയുള്ളൂ. നമ്മളിനി അതൊന്നും വിശദമായിട്ട് പറയേണ്ട കാര്യമില്ല. 40 CRPFകാർ മരിച്ചു. പിന്നെ ബാലാക്കോട്ടേക്ക് അടിച്ചു. കൃത്യമായ ഇസ്ലാമോഫോബിയ ഉണ്ടാക്കി. അത് ഒരു ടെററിസം പുറത്തുനിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുവെന്നും അതിനകത്ത് നരേന്ദ്രമോദി പറയുന്ന ഒരു കാര്യമുണ്ട്, ദി എനിമി ഈസ് വിതിൻ എന്നാണ്. അകത്താണ് ശത്രു എന്നാണ്. ആരാണ് ആ അകത്ത ശത്രു എന്ന് പറയുന്നത്? മുസ്ലിംസ് ആണ്. ഇവിടെ ഇപ്പൊ നോക്കിക്കോളൂ, ഈ 2024 തെരഞ്ഞെടുപ്പിലേക്ക് അയോധ്യ രാമക്ഷേത്രമുണ്ട്, CAA ഉണ്ട്. ഇതൊന്നും മാത്രം പോരാ. കൃത്യമായി ഇസ്ലാമോഫോബിയ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വോട്ട് ബാങ്കിനെ സുരക്ഷിതമാക്കാൻ കഴിയൂ. എന്റെ കാര്യം എന്താണെന്നറിയോ സ്മൃതി? കഴിഞ്ഞ 10 വർഷത്തിനകത്ത് ഗാർഹിക ചിലവുകൾ 2 ഇരട്ടിയായിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഇന്ത്യയിലെ ഈ പറയുന്ന നാഷണൽ സാമ്പിൾ സർവേ നടത്തിയ പഠനത്തിലാണ് പറയുന്നത്. അതായത് സർക്കാരിൻ്റെ തന്നെ ഓർഗൻ നടത്തിയ പഠനത്തിൽ പറയുന്നു ഗാർഹിക ചിലവുകൾ ഇരട്ടി കണ്ടു വർദ്ധിച്ചിരിക്കുന്നു. ഇതൊരു കുടുംബത്തിൽ ഓരോ മനുഷ്യൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം മാർച്ച് 27-നാണ് UN-ന്റെ സംഘടനയായിട്ടുള്ള ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഇന്ത്യയിലെ തൊഴിലില്ലായ്മയെക്കുറിച്ചൊരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട്. അത് UN സംഘടനയാണ് ഈ ILO എന്ന് പറയുന്നത്. അങ്ങേറ്റം പരിതാപകരമാണ് അൺഎംപ്ലോയ്മെന്റിന്റെ സ്ഥിതി ഇന്ത്യയിൽ എന്ന് പറയുന്നു. നമ്മൾക്ക് ജോലിയുള്ളവരാണെന്നേ, നമ്മളത് അനുഭവിക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ ഉള്ള അഭ്യസ്തവിദ്യരായിട്ടുള്ള മനുഷ്യർ അത് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ പാർലമെന്റിൽ നടന്ന ആ 4 ചെറുപ്പക്കാരുടെ അറ്റാക്ക് എന്ന് പറയുന്നത്. കർഷകരുടെ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു ദിവസം 30 കർഷകർ വെച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നു. വിലക്കയറ്റം എന്ന് പറയുന്ന യാഥാർത്ഥ്യം നിൽക്കുന്നു. നിങ്ങൾ ഈ 5ാം സമ്പദ് വ്യവസ്ഥയായി എന്നൊക്കെ പറയുമ്പോൾ അന്നൊരു നറേറ്റീവ് സൃഷ്ടിക്കുമ്പോൾ ഇവിടുത്തെ രാജ്യത്തെ ഈ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് ഭയമുണ്ട്. അപ്പോൾ വൈകാരികമായി തന്നെ വീണ്ടും ഈ പറയുന്ന ആളുകളെ ഹിന്ദുത്വ ശക്തിയെ ഉണർത്തിവിടുകയും ഒന്നിപ്പിച്ച് നിർത്തുകയും ചെയ്തില്ല എങ്കിൽ ഈ വോട്ട് ബാങ്ക് സുരക്ഷിതമല്ല, തിരിച്ചടി ഉണ്ടാകുമെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ പറയുന്ന കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ ഇപ്പോൾ കാണിക്കുന്നത്. അത് നോക്കൂ, ഇന്ത്യയിൽ ദൂരദർശൻ എത്ര പേര് കണ്ടു കളയുന്നൊന്നും ചോദിച്ചു കളയരുത്. കാരണം എന്താ അറിയോ, ഇന്ത്യയിലെ റേറ്റിങ്ങിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനൽ ഏതാണെന്നറിയോ? ദൂരദർശനാണ്. ദൂരദർശനാണ് റേറ്റിംഗിൽ നമ്പർ 1. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദൂരദർശനാണ്. ആ ദൂരദർശനിലൂടെയാണ് ഇത് സംപ്രേഷണം ചെയ്യുന്നത്. അത് കേരളമല്ല ലക്ഷ്യം, അത് തമിഴ്നാടല്ല ലക്ഷ്യം, അത് ആന്ധ്രാപ്രദേശോ കർണാടകയോ അല്ല ലക്ഷ്യം.
അത് ഉത്തരേന്ത്യയിലെ ഓരോ ഗ്രാമങ്ങളുമാണ്. ഇന്ന് ഈ ഗ്രാമങ്ങളിലെ ജനങ്ങളെയൊക്കെ ഉണ്ടല്ലോ ഈ പറയുന്ന ഈ സൈന്യത്തെ പരിശീലിപ്പിക്കുന്നത് പോലെ ചിട്ടയായി വീട്ടിലിരുത്തി ഇത് കാണിക്കും. അതിനുള്ള മെക്കാനിസം RSSനുണ്ടെന്നേ. ആ മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് അവരെല്ലാ മനുഷ്യരെയും ഈ സിനിമ കാണിക്കും. അങ്ങനെ ഒരു ഇസ്ലാമോഫോബിയ ഉണ്ടാക്കും. ആ ഫോബിയയിലൂടെ ഒരു ഹിന്ദുത്വ വികാരമുണ്ടാകും. ആ വികാരത്തെ വോട്ടാക്കി മാറ്റുക എന്ന അവസാന തന്ത്രമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അവസാന തന്ത്രം എന്ന് പറയുന്നത് ഇനിയും എന്തൊക്കെയാണ് എടുത്ത് പയറ്റാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന സിനിമ ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്ന. അതിൻ്റെ ലക്ഷ്യം നോക്കൂ, മുസ്ലിങ്ങൾ അപകടകാരികളാണ്, അവർ നമ്മുടെ സാംസ്കാരിക ദേശീയതയ്ക്കെതിരാണ്, അവർ നമ്മുടെ സംസ്കാരത്തിനെതിരാണ്, അവർ ഹിന്ദുക്കൾക്കെതിരാണ്, അവർ അപകടകാരികളാണ്, അവർ തീവ്രവാദികളാണ്. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ചു നിൽക്കണം. അങ്ങനെ ഒന്നിച്ചു നിന്നൊരു വോട്ട് ബാങ്കായി വീണ്ടും ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവന്നാൽ ഞങ്ങൾ ഹിന്ദുക്കൾക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന ഓരോരോ കാര്യങ്ങൾ ഇപ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ, അതെല്ലാം നടപ്പാക്കി ഇവിടെ നിന്ന് ഇവരെ ഉച്ചാടനം ചെയ്യും. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് NCERT പുസ്തകത്തിൽ നിന്ന് പല കാര്യങ്ങളും കഴിഞ്ഞ 1000 വർഷമായിട്ട് മുസ്ലിങ്ങൾ ഇവിടെ വന്നിട്ട് ഇന്ത്യയുടെ സംസ്കാരത്തെ തകർത്തു എന്നുള്ളത് കൊണ്ടാണ് മുഗളന്മാരുടെ പിന്നെ പാഠപുസ്തകങ്ങളിൽ നിന്നൊക്കെ അവരെയൊക്കെ എടുത്ത് മാറ്റുന്നത്. ആ രീതിയിൽ ഈ പറയുന്ന ഇസ്ലാമോഫോബിയ ക്രിയേറ്റ് ചെയ്തുകൊണ്ടല്ലാതെ പുതിയൊരു ഹിന്ദുത്വ വികാരം ഉണർത്താൻ അവരുടെ കയ്യിൽ വേറൊന്നുമില്ല. ജയിച്ചു വരാൻ ഒരു ആയുധവും കയ്യിലില്ല. അതുകൊണ്ട് അവസാനത്തെ കളിയാണ് ഈ കളിക്കുന്നത്. അതാണ് ഇതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം. അതുകൊണ്ട് ഇത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യത്തോടുകൂടി തന്നെ ചെയ്തിട്ടുള്ള ഒരു ടെലികാസ്റ്റാണ്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ തത്സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെൽ ബട്ടൺ സെലക്ട് ചെയ്യുക. ഒപ്പം ഷെയർ, ലൈക്ക്